ചൂടും ഉഷ്ണമുള്ളതുകൊണ്ട് അധികം നേരം ഹോളിൽ എല്ലാവരും പിടിച്ചിരുന്ന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ഡോസ് വാക്സിനേഷനാണ്. ആദ്യത്തെ വാക്സിനേഷൻ വന്ന ആളുകൾക്കൊക്കെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചൊക്കെ ശ്രീനിവാസ് സാറും അന്ന് സന്നിഹിതരായിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിലേക്കൊക്കെ പെട്ടെന്ന് നടപടിയിലേക്ക് കിടക്കാം. ഏതായാലും നമ്മൾ ആദ്യത്തെ മൗന പ്രാർത്ഥന നമുക്ക് ഈ അടുത്തുണ്ടായ വെടിക്കെട്ട അപകടത്തിലെ മറഞ്ഞവർക്കും നമുക്ക് ചുറ്റും ദുരിതാനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളവരുടെ എന്ന് പറയുന്നു. എന്തായാലും ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പരിപാടിയുടെ പ്രധാന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീനിവാസ് സാറെ ക്ഷണിച്ചു. തിരുവനന്തപുരം കിങ്സ് ഹോസ്പിറ്റൽ, CSR ഇനീഷ്യേറ്റീവ്, ഓട്ടുപാറ ശാസ്ത ഹെൽത്ത് കെയർ ക്ലിനിക് ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്ബ്, വനിതാ സംഘം, SNDP എന്നീ സംഘടനകൾ സംയുക്തമായി ശാസ്ത ഹെൽത്ത് കെയർ ക്ലിനിക്കിൽ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ഡോസ് എടുത്ത 14 വയസ്സിന് മുകളിലുള്ള 27 വനിതകൾക്ക് 2000 രൂപ വിലയുള്ള സെർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ സൗജന്യമായി സീനിയർ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ KA ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ നൽകി. അടുത്ത 3ാമത്തെ ഡോസ് ആഗസ്റ്റ് മാസത്തിൽ നൽകും. ഇന്നത്തെ ക്യാമ്പിൽ പുതിയ 2 പേർക്ക് കൂടി ഫസ്റ്റ് ഡോസ് നൽകി. ശാസ്ത ഹെൽത്ത് കെയർ ക്ലിനിക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ സെൻട്രൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഈ ഒരു ക്യാമ്പ് പ്രധാനപ്പെട്ട ഒരു ക്യാമ്പ് വരാൻ പോവുകയാണ്. കാരണം മെയ് 10 ഡോക്ടർ ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ ക്യാമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വയസ്സിന് മുകളിലുള്ളവർക്ക് സെർവിക്കൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പാണ്. 35 വയസ്സിന് മുകളിലുള്ളവർക്ക് ആ ക്യാമ്പ് റിട്ടയർഡ് കേരള സ്റ്റേറ്റ് ഹെൽത്ത് കെയർ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ KA ശ്രീനിവാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഗതം മേനേജരായ K അഭിലാഷും നന്ദി ഡയറക്ടറായ CG സുനിൽകുമാറും രേഖപ്പെടുത്തി. വാക്സിനേഷനെ സംബന്ധിച്ച വിഷയം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധി KH സുധീഷ് ക്ലാസ് എടുത്തു. ക്ലബ്ബ് സെക്രട്ടറി K മണികണ്ഠൻ, ഗജാൻചി KV വത്സലകുമാർ, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി PK ശോഭ എന്നിവർ ആശംസാ പ്രാസംഗികരായി പങ്കെടുത്തു. ഉപയോഗപ്പെടുത്തണമെന്നും നിങ്ങൾ അറിയുന്നവരോട് പറയണമെന്നും അടുത്ത ഇതുവരെയുള്ള വാക്സിനേഷൻ എല്ലാവരും എടുക്കണം. അത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഫ്രീ ആയ വാക്സിനേഷൻ അവരുടെ ആശാവർക്കർ കോൺടാക്ട് ചെയ്ത് ഫ്രീ ആയിട്ട് കിട്ടും. അത് ഞങ്ങൾ 17 തുടങ്ങിയ 25 തീയതിയാണ് മറ്റേ ഗവൺമെന്റ് തുടങ്ങിയത്. അത് കിട്ടുന്നവരത് ആ അവസരം ഉപയോഗിക്കണം. അതായത് ഗവൺമെന്റിൽ നിന്ന് ഫ്രീ ആയിട്ട്, അതായത് ഇന്ന് നമ്മൾക്ക് ലോകാരോഗ്യ സംഘടനയുടെ കീഴിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഫ്രീ ആയ വാക്സിനാണ്. നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പൈസ ലോകാരോഗ്യ സംഘടനയാണ്. അത് നമ്മൾ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞു. പക്ഷെ സങ്കടം ഒരു ഡോസ് തരുള്ളൂ, 2ാമത്തെ ഡോസ് തരില്ല. അവികസിത രാജ്യങ്ങൾ, ലോ ഇൻകം ഗ്രൂപ്പ് ആയ വരുമാനം വളരെ കുറവുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കീമാണ്. ഇന്ത്യ വരുമാനം കുറവുള്ളതല്ല. ഇന്ത്യ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക. എന്നാലും നമ്മൾ അവർക്ക് ഒരു ഡോസ് വാക്സിൻ മുമ്പ് വാങ്ങിച്ചു. അവിടെ തന്നെ കൊടുത്തില്ല.